മൂന്നാമത്തെ ചോദ്യം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ഈസ് 1 1 ആൻഡ് ഓൺ ടു. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x ഈസ് 1 1 ആൻഡ് ഓൺ ടു. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 1 ഓൺ ടുമാണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനും കോഡൊമൈനും ആറാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അല്പം വ്യത്യാസപ്പെട്ട ഒരു രീതിയിലാണ് നമ്മളിത് പ്രൂവ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ആരോ ഡയഗ്രം വരച്ചുകൊണ്ട് അത്ര സക്സസ്ഫുള്ളായിട്ട് ഇതിൻ്റെ ആൻസറിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അല്ല അതിലുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മറ്റൊരു രീതിയാണ് ഇവിടെ ഇത് 1 1 ആണെന്ന് കാണിക്കാനും ഓൺ ടു ആണെന്ന് കാണിക്കാനും എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ 1 1 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നെടുത്താൽ നമുക്ക് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് എക്സ് വൺ എക്സ് ടു എന്നിങ്ങനെ രണ്ട് എലമെൻസിൻ്റെ ഇമേജസ് ഈക്വൽ ആണെങ്കിൽ ആ എലമെൻറ്റ്സ് ഡിഫറൻ്റ് അല്ല. അതായത് ഡിഫറെൻ്റ് എലമെൻസിൻ്റെ അല്ല ഇമേജസ് ഈക്വൽ ആയത്, ആ എലമെൻസും ഈക്വൽ ആണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഡിഫറെൻ്റ് എലമെൻസിൻ്റെ എല്ലാം ഇമേജസ് ഡിഫറൻ്റ് ആണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ സ്റ്റെപ്പിൽ കൂടി നമുക്ക് ഒരു ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ രീതിയിലാണ് നമ്മളിതൊരു 1 1 ഫംഗ്ഷൻ ആണോ എന്ന് നോക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്നാണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് വിലകൾ മാറി മാറി വരികയാണെങ്കിൽ 2x എന്ന് പറയുന്ന വിലകളും ഡിഫറൻറ്റ് തന്നെ ആയിരിക്കും. ഇതൊരു 1 1 ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷേ ഇതിന് നമ്മൾ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ്. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് 2x1 ഈക്വൽ ടു 2x2. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എന്നത് 2x1 ആണ്, എഫ് ഓഫ് എക്സ് ടു എന്നത് 2x2 ആണ്. രണ്ട് സ്ഥലത്തു നിന്നും 2 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് x1 ഈക്വൽ ടു x2 എന്നാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കിട്ടി. ഇവിടെ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്നാണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്നായിരിക്കും. അതായത് ഈ ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷൻ ആണ്. വീണ്ടും ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് കോഡൊമൈനിൽ വരുന്ന മുഴുവൻ y എലമെൻസിനും ഒരു പ്രീ ഇമേജ് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. അതായത് കോഡൊമൈനിൽ കിടക്കുന്ന ഒരു y എന്ന എലമെൻറ്റിൻ്റെ പ്രീ ഇമേജ് എക്സ് ആണ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ആ എക്സ് എല്ലാ വൈക്കും കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അതായത് ലെറ്റ് y is equal to എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ ഇമേജ് y അല്ലെങ്കിൽ വൈയുടെ പ്രീ ഇമേജ് എക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് y is equal to 2x. എഫ് ഓഫ് എക്സ് എന്നത് 2x എന്നായതുകൊണ്ട് നമ്മൾ എഴുതി y is equal to 2x. ഈ y is equal to 2xൽ നിന്നും നമ്മൾ എക്സ് കണ്ടെത്തുന്നു വൈയുടെ ടേമിൽ. എക്സ് is equal to y ഡിവൈഡഡ് ബൈ 2. അതായത് ഈ വൈയിലേക്ക് കണക്ഷൻ വന്നിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് അത് y/2 ആണ് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. y/2. അതായത് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം വൈയുടെ സ്ഥാനത്ത് ഏതൊരു റിയൽ നമ്പർ വരികയാണെങ്കിലും അതിൻ്റെ പ്രീ ഇമേജായ y/2 നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. വൈയുടെ സ്ഥാനത്ത് ഏത് റിയൽ നമ്പർ വന്നു കഴിഞ്ഞാലും y/2 എന്ന് പറയുന്നത് മറ്റൊരു റിയൽ നമ്പർ തന്നെയായിരിക്കും എന്ന് നമുക്കറിയാം. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനും അതിൻ്റെ കോഡൊമൈനും ആറാണെന്ന് നമുക്കറിയാം. y എന്ന റിയൽ നമ്പർ കോഡൊമൈനിലുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും y/2 എന്ന റിയൽ നമ്പറും അതിൻ്റെ ഡൊമൈനിലുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ കോഡൊമൈനിൽ വരുന്ന മുഴുവൻ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ട്. അതായത് ഇത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഫോർ എവരി റിയൽ നമ്പർ y in the domain of the function there exists, for every real number y in the codomain of the function there exists another real number y/2 in the domain of the function such that f of y/2 equal to y. കോഡൊമൈനിൽ വരുന്ന മുഴുവൻ y എലമെൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡൊമൈനിൽ ഒരു y/2 എന്ന് പറയുന്ന നമ്പർ ഉണ്ടാകും. എന്ന് മാത്രമല്ല എഫ് ഓഫ് y/2 is equal to y ആയിരിക്കും. ആ y/2വിൻ്റെ ഇമേജ് y ആയിരിക്കും. എക്സിൻ്റെ ഇമേജ് 2x ആണ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ y/2 ഇമേജ് 2 × y/2, അതായത് y ആയിരിക്കും അതിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് പറയുന്നു f ഈസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ആലോചിക്കാം. എന്തുകൊണ്ട് നമ്മൾ മുൻ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ രീതിയിൽ ഒരു ആരോ ഡയഗ്രം വരച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആൻസർ പറയുന്നതിനായിട്ട് ശ്രമിച്ചില്ല എന്നുകൂടി നമുക്ക് ആലോചിക്കാം. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതേ ചോദ്യം തന്നെ, പക്ഷേ അത് എഫ് ഫ്രം n to n എന്നുള്ള രീതിയിലായിരുന്നു. നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്ക് എന്നുള്ള രീതിയിലായിരുന്നു. ഇവിടെ നമ്മൾ ഇതിൻ്റെ ആരോ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കോഡൊമെയിനിൽ 1 എന്ന എലമെൻറ്റിലേക്ക് ഇവിടെ കണക്ഷൻ ഒന്നും വരുന്നില്ല. കാരണം ഈ 1നെ നമ്മൾ 2x എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് ആയിട്ട് വരേണ്ടത് 1/2 ആണ്. 1/2 ഒരു റിയൽ നമ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ ആ 1/2 ഇതിൻ്റെ ഡൊമൈനിൽ വരുന്നില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ 3 ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നില്ല. കാരണം 3 ഇമേജ് ആണെങ്കിൽ ആ 3ലേക്ക് കണക്ഷൻ വരേണ്ടത് യഥാർത്ഥത്തിൽ 3/2 അല്ലെങ്കിൽ 1.5 നിന്നുമായിരുന്നു. അത് ഡൊമൈനിൽ വരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആൻസറായിട്ട് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഡൊമൈനും കോഡൊമൈനും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഈ രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് അങ്ങനെ എല്ലാ എലമെൻസിനെയും ഇവിടെ വരച്ച് കാണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പ്രോബ്ലങ്ങളിൽ ആൻസർ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അധികമായി ആരോ ഡയഗ്രത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ രീതിയിൽ അതിൻ്റെ ഡെഫിനിഷൻ വഴിയുള്ള സ്റ്റെപ്പുകളിൽ കൂടിയാണ് നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം അറിഞ്ഞിരിക്കുക.